എന്താണെന്ന് നോക്കാം. ഇത് കഴിക്കാനുള്ള എന്തെങ്കിലും ഇതെന്താണെന്ന് നോക്കാം. ഇതെല്ലാം എനിക്ക് അവിടെ നിന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. വെരി ബ്യൂട്ടിഫുൾ മൾട്ടി കളർ ഡബിൾ ഷെയ്ഡ് പോലെയാണ്. ഒരു പീച്ചും ഗോൾഡും കൂടെ വന്നിട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ഡിസൈൻ. എനിക്കിത് സാരിയുടെ കൂടെ വെയർ ചെയ്യാം. ഞാൻ ഗുഡ്. ഇറ്റ്സ് എ ബാത്തിങ് സോപ്പ്. ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ പറയാൻ കാര്യം ഇപ്പോൾ ഇവിടെ രാത്രിയായി. സോ അതുകൊണ്ടാണ് കേട്ടോ ഗുഡ് ഈവനിങ് പറഞ്ഞത്. ഞാനിത് എനിക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റ്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് എൻ്റെ ഒരു റിലാക്സിങ് ഡേ ആണ്. അതുകൊണ്ടാണ് ഈ എണ്ണയൊക്കെ വാരിക്കോരിയിട്ട് എൻ്റെ ലുക്സ് ഇന്നത്തെ ദിവസം നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്തേക്കാം. ബിക്കോസ് ഇതെൻ്റെ വീട്ടിലിരിക്കുന്ന കോലമാണ്. ബിക്കോസ് പ്രത്യേകിച്ച് എനിക്ക് പ്രോഗ്രാംസ് ഒന്നും ഇല്ലാത്തപ്പോൾ ഐ വോണ്ട് ടു ബി വെരി നാച്ചുറൽ വിത്തൗട്ട് എനി ഡ്രാമ. അപ്പോൾ എനിക്ക് മുടിയെല്ലാം നല്ലതായിട്ട് എണ്ണ ഓയിൽ ചെയ്യണം. ദെൻ ഓയിൽ കയ്യിലും കാലിലും ഒക്കെ ഓയിൽ ഇടണം. ഇതെല്ലാം ഓയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ണൊക്കെ കൺമഷി, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് കാജൽ, മറ്റേ ലാക്മി, അതൊന്നുമല്ല, സാധാരണ ശ്രീധരിയം പോലുള്ള കൺമഷി. സോ ചിലപ്പോൾ പടർന്നൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്, ഞാൻ നോക്കിയില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ലുക്ക് എക്സ്ക്യൂസ് ചെയ്തേക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും കുറച്ച് നാൾ മുമ്പ് ഒരു എക്സിബിഷന് പോയതിട്ടല്ലോ. അപ്പോൾ ഞാൻ അന്ന് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ എനിക്ക് ഒരു ഗിഫ്റ്റ് ഹാമ്പർ തന്നിരുന്നു. ദിസ് ഇസ് ഇറ്റ്. കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നു. ഈ ഫ്ലവേഴ്സൊക്കെ ഫ്രഷ് ആയിരുന്നു. പോയിട്ട് കുറച്ച് ദിവസമായി. എനിക്ക് പിന്നെ കുറച്ച് തിരക്ക് കാരണം ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ അത് എന്തൊക്കെയാണ് നോക്കിയില്ലല്ലോ എന്നിങ്ങനെ ഓർത്തപ്പം എടുത്തപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഞാൻ വീഡിയോ ആയിട്ട് എടുത്താൽ നിങ്ങൾക്കും കൂടി കാണാമല്ലോ. ഇതും അവിടെ നിന്ന് കിട്ടിയതാണ്. സോ നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്യാം. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇന്നലെ ഞാൻ ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഒരു ഗ്ലൂട്ടാത്തിയൻ്റെ ടാബ്ലറ്റിൻ്റെ ഒരു പ്രൊമോഷൻ, ഓഫ് കോഴ്സ് ഇറ്റ്സ് പ്രൊമോഷൻ. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കേസാണ്. ബിക്കോസ് ഇറ്റ്സ് പാർട്ട് ഓഫ് മൈ ജോബ്. എല്ലാവരും ജോലി ചെയ്യുന്നതല്ലേ. അപ്പം നമുക്ക് എന്താ പറയുക, അതിൽ സത്യസന്ധമായിട്ട് സംസാരിക്കാനും പറ്റും, അല്ലാതെയും പറ്റും, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇറ്റ്സ് എ പെയ്ഡ് പ്രൊമോഷൻ ആൻഡ് ഇറ്റ്സ് പാർട്ട് ഓഫ് മൈ ജോബ്. അതാണ് എൻ്റെ ജോബ്. അതെനിക്ക് ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് അതൊരിക്കലും ഒരു ഫോഴ്സിങ് അല്ല. നിങ്ങൾ ഈ ടാബ്ലറ്റ് കഴിക്കണം, സോ യു ലുക്ക് മോർ ഗുഡ്, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കുള്ള സൗന്ദര്യം ഇപ്പം നമ്മളൊരു ടാബ്ലറ്റ് കഴിച്ചെന്ന് വെച്ചിട്ടോ, നമ്മളൊരു മേക്കപ്പ് പ്രോഡക്റ്റ് ഇട്ടെന്ന് വെച്ചിട്ടോ, ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടെന്ന് വെച്ചിട്ടോ നമുക്കുള്ള മുഖം തന്നെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാനേ പറ്റുള്ളൂ. ഒരിക്കലും ഇപ്പോൾ എനിക്ക് ഐ എം എ വെരി ബിഗ് ഫാൻ ഓഫ് ശ്രീദേവി മാം. ഞാനിപ്പോൾ ശ്രീദേവിയുടെ കോസ്മെറ്റിക്സ് നോക്കി അതുപോലത്തെ ലിപ്സ്റ്റിക് ഇട്ടാൽ ഒരിക്കലും ഞാൻ ശ്രീദേവി മാമിനെ പോലെ ഇരിക്കില്ല. അവർക്ക് അവരുടെ മുഖമുണ്ട്, എനിക്ക് എൻ്റെ മുഖമുണ്ട്. അത് പേഴ്സ്പെക്റ്റീവാണ്. അപ്പോൾ അവർ ഒരുങ്ങി ആഭരണങ്ങളിട്ട് 2 വളയും മാലയൊക്കെ ഇട്ട് പോകുന്നത് അവരുടെ സന്തോഷം അല്ലേ, അവരവരെ ഒരുക്കുന്നതാണ് അവർക്ക്. അപ്പോൾ ഇത് നമ്മളെ സന്തോഷം. അവർ ലിപ്സ്റ്റിക് ഇടുക, ഇപ്പോൾ ഈ ഒരു ടാബ്ലറ്റ് കഴിക്കുക, ഇതെല്ലാം പേഴ്സണലാണ്, മനസ്സിലായോ? ഇറ്റ്സ് ഓൾ അവർ പേഴ്സണൽ തിങ്സ്. ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന് വിചാരിക്കാൻ പറ്റത്തില്ല. സോ ആ ടാബ്ലറ്റിൻ്റെ കാര്യത്തിൽ ഒരു കുട്ടിയുടെ കമൻറ്റ് കണ്ടു, ഇറ്റ്സ് ബാൻഡ് ഇൻ സംവെയർ, ഇതൊരു പക്ക പ്രൊമോഷനാണ്. യെസ്, ഓഫ് കോഴ്സ് ദിസ് ഇസ് പ്രൊമോഷൻ. അതിനകത്ത് ആരെയും നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടില്ല. പിന്നെ എന്താണ്, ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് നോക്കേണ്ട ആവശ്യം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളിപ്പോൾ ഒരു പ്രൊമോഷൻ ചെയ്യുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇതിനെ പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഞാൻ ആ ഗ്ലൂട്ടാത്തിയൻ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്, മറ്റേ ഷിക്ക് ന്യൂട്രിക്സ് എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ സംസാരിക്കും. പ്രൊമോഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പേര് പറയണം. നമുക്കിപ്പോൾ നോർമലി കാഷ്വലി നിങ്ങളോട് സംസാരിക്കുന്ന പോലെ മറ്റേ ടാബ്ലറ്റ് എടുത്ത് കഴിച്ചാൽ മതിയെ എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് പ്രൊഫഷണലിസം, മനസ്സിലായി? അതുകൊണ്ടാണ് ഈ പേര് നമ്മളിത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കറക്റ്റാണോ. ഇപ്പം നമ്മളൊരു മാമഹത്തിൻ്റെ ഒരു പ്രോഡക്റ്റ് എടുത്താൽ മാമഹത്തിൻ്റെ മറ്റേ സൺസ്ക്രീൻ ഇടുന്നുണ്ടോ, അത് നിങ്ങൾ ഇട്ടോ എന്ന് പറയാൻ പറ്റില്ല. മാമഹത്തിൻ്റെ ഏത് സൺസ്ക്രീനാണ്, ബീട്രൂട്ടിൻ്റെ ആണോ ആലോവേറയുടെ ആണോ, ഏത് മിക്സാണ്, ഏത് ഇൻഗ്രീഡിയൻസും നമ്മൾ പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ ജോബ്, മനസ്സിലായി? അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഞാൻ അത് നോക്കിയത്. അല്ലാതെ എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ ഈ മറ്റേ ഗുളിക എടുത്ത് കഴിച്ചാൽ മതി കേട്ടോ, സൂപ്പറാ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഞാനിതൊന്ന് 6 മാസമായിട്ട് ട്രൈ ചെയ്തിട്ടില്ല എന്ന് പറയുന്നവർക്കാണ് ഇത്. എൻ്റെ കയ്യിലൊരു 3 ബോട്ടിലും കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ വീട്ടിൽ അടിച്ചു വരുന്നതൊക്കെ പരിപാടിയൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മളത് കളയും. ഇങ്ങനെ ഈ കുപ്പിയൊക്കെ സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർ ചോയും നിങ്ങൾ കാരണം ഇപ്പം എൻ്റെ നെയിൽ പോളിഷ് പോയി.
എന്താ ഇത് തുറക്കാൻ പറ്റാത്ത? ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. ഗ്രേറ്റ്. കട്ടൊന്നുമില്ല, ഇതിനകത്തൊന്നുമില്ല. അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വേറൊരു ബ്രാൻഡും യൂസ് ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് ഇതിൻ്റെ അത്ര റിസൾട്ട് തോന്നിയില്ല എന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. സോ ഐ എം നോട്ട് മെൻഷനിങ് ദ ബ്രാൻഡ്. ഇത് ആ ബ്രാൻഡല്ല, ഞാൻ ഇപ്പോൾ കാണിച്ച ബ്രാൻഡല്ല. ഇതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് റിസൾട്ട് ഇല്ലാത്തതുകൊണ്ട് പുതിയത് വാങ്ങിച്ചു. ഇത് കമത്താൻ പറ്റത്തില്ല, ബിക്കോസ് ഇതിനകത്ത് ടാബ്ലറ്റ് ഉണ്ട്. ദിസ് ഈസ് ടു പ്രൂവ് മൈസെൽഫ്. പ്രൊമോഷൻ വേണ്ടി ചെയ്തതല്ല എന്നുള്ളത്. യെസ്, ഓഫ് കോഴ്സ് ഇറ്റ്സ് പെയ്ഡ് പ്രൊമോഷൻ. പക്ഷെ ഞാൻ കള്ളം പറഞ്ഞല്ല. ഐ ആം യൂസിങ് ദിസ്. ഒരെണ്ണം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലിരിപ്പുണ്ട്, ഒരു ബോട്ടിൽ. ഞാൻ അവിടെ പോയിട്ട് എടുത്ത് വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പം മൊത്തത്തിൽ ടോട്ടൽ എത്രയാവുമെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻ്റലക്ച്വലായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 6 months എന്ന് പറയുമ്പോൾ എത്ര ടാബ്ലറ്റ്സ്? ഒരെണ്ണത്തിൽ 20 ടാബ്ലറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ കമ്മിങ് ബാക്ക് ടു ഇന്നത്തെ പ്രോഗ്രാം. നമുക്കിത് ഫസ്റ്റ് ഓപ്പൺ ചെയ്താൽ അതിന് മുമ്പ് ഞാൻ ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. ഇതിനകത്ത് എനിക്കൊരു ഇതൊരു ചുരിദാറായിട്ടാണ് കിട്ടിയത്. റിയലി ലവ്ഡ് ഇറ്റ്. ഞാൻ സാധാരണ ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഇപ്പോൾ എനിക്ക് ഈയിടെയായിട്ട് ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഇത് ദീപ്സ് ഡിസൈൻ ആണ് കേട്ടോ. ദീപ്സ് ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ അത് ചെക്ക് ചെയ്താൽ മതി. അടിപൊളി കളക്ഷൻസ് ആണ് ആ ചേച്ചിയുടെ. ആ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് തന്നതാണിത്. എന്നെ അവിടെ വെച്ച് കണ്ടപ്പോൾ corcher@deepsdesign.com ഇതൊക്കെയാണ് അവരുടെ. ഇത് സ്കാൻ ചെയ്താൽ കിട്ടുമോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ് അവരുടെ ഇത്. അപ്പോൾ ആ ചേച്ചി തന്നതാണ് ഈ ഒരു സൽവാർ. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ മൾട്ടി കളർ ഡബിൾ ഷെയ്ഡ് പോലെയാണ്. ഒരു പീച്ചും ഗോൾഡും കൂടെ വന്നിട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ഡിസൈൻ. പിന്നെ ചെസ്റ്റ് പോർഷനിൽ ഈ ഒരു വർക്ക് കാണാം. നല്ല സ്മെല്ല്. ഈ ഒരു വർക്ക്. പിന്നെ ബാക്കിൽ ഈ ഒരു ഡബിൾ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഡബിൾ ഷെയ്ഡ്. പിന്നെ ഇതിൻ്റെ പാൻറ്. ഇതിൻ്റെ ഷോൾ ഇവിടെ. ഷോൾ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഷോൾ വിത്ത് ഓൾ ഓവർ വർക്ക്. എന്തൊരു നല്ല ഭംഗിയുള്ള ഷോളാണ്. എനിക്കിതിൻ്റെ കളറും ഒത്തിരി ഇഷ്ടപ്പെട്ടു. മെറ്റീരിയലും അടിപൊളിയാണ് കേട്ടോ. പിന്നെ പ്രൈസ് 2100 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷേ ഇതെനിക്ക് ആ ചേച്ചി ഗിഫ്റ്റ് തന്നാണ് കേട്ടോ. താങ്ക് യു ചേച്ചി. അപ്പോൾ അവരുടെ ഇൻസ്റ്റഗ്രാം നോക്കിയാൽ മതി, ദീപ്സ് കോർച്ചർ. ഞാൻ എന്തായാലും ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കൊളാബ് ഇടും. അപ്പം എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് എടുക്കാം. പിന്നെ ഇതിനകത്ത് എന്തുണ്ടോ നോക്കാൻ. ഇതൊക്കെ അവർ തന്നെന്തോ മിക്സിയുടെ ഫോട്ടോസിൻസൈറ്റിസ്. ഇതെന്താന്ന് നോക്കാം. ഇതെല്ലാം എനിക്ക് അവിടുന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഹായ്, ഇതൊരു ബ്യൂട്ടിഫുൾ സ്ക്രഞ്ചിയാണ് അല്ലേ? കമ്മലൊന്നും അല്ലല്ലോ അല്ലേ? ഇല്ല, മുടി കെട്ടുന്ന നോക്കട്ടെ. അതെ, ഇത് നോക്കൂ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്ക്രഞ്ചി. നല്ല ഒരെണ്ണത്തിൽ 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ ഒരു നല്ലൊരു മുത്തും ഇതുമൊക്കെ വരുന്ന ഒരു ഹൈ ക്വാളിറ്റി ആൻഡ് റിയലി ബ്യൂട്ടിഫുൾ സ്ക്രഞ്ചീസ്. എൻ്റെ ഈ ടോപ്പിന് കറക്റ്റാണ് ഇത്. പക്ഷെ ഇത് ആര് തന്നതാണെന്ന് എനിക്ക് അറിയില്ല. ഏതോ ഒരു ഇതിനകത്തുണ്ടായിരുന്നതാണ്. ഓ, 299. ഇതൊരു നല്ലൊരു ബ്രേസ്ലെറ്റ് ഉണ്ട് അതിൽ. കണ്ടോ, ഇവലായി. ഞാൻ ഇവലായിയുടെ ആളാണ് കേട്ടോ. എനിക്ക് ഒരു മാലയുണ്ട്, ഒരു റിങ് ഉണ്ട്. ഇപ്പം റിങ് ഞാൻ ഇന്ന് കുളിക്കാൻ എത്തിയും. വെരി ബ്യൂട്ടിഫുൾ. ഒരു ഗോൾഡൻ സ്നേക്കിൻ്റെ ഒക്കെ പോലത്തെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ചെയിൻ. ഇത് ഞാൻ പറയാം. ഇത് ചിക്ക് മോംസ് എന്ന് പറഞ്ഞിട്ട് ഒരു കടയുണ്ടായിരുന്നേ. ചിക്ക് മോംസിൻ്റെയാണ്. ചിക്ക് മോംസ് സെറാഫിക് ജാം. ഇതും ഇൻസ്റ്റഗ്രാമിലുണ്ട് കേട്ടോ. നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ഇതിൻ്റെ പ്രൈസ് ഉണ്ടോ വെറും 299 ഉള്ളൂ. ഭയങ്കര ഒരു റോയൽ ലുക്കും ഉണ്ട്. ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇതും ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്ത് നോക്കിയോ.
നോക്കട്ടെ, പറ്റുമെങ്കിൽ ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഇടാം. അടിപൊളി എക്സിബിഷൻ ആയിരുന്നു കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവരുടെ. ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. ഹായ്, ദിസ് ഇസ് ഫ്രം ചിക് മോംസ്, www.chickmoms.com. ഇതാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം. സ്കാൻ ചെയ്താൽ മതിയായിരിക്കും. കുറച്ച് വലുതാണ്. ഞാൻ ഇത്രയും വലുത് യൂസ് ചെയ്യാറില്ല. ചിലപ്പോൾ എനിക്ക് തോന്നണം, എല്ലാം എൻ്റെ മൂഡ് അനുസരിച്ചാണ് ഞാൻ. കൊള്ളാം. കണ്ണാടി ഇതിൻ്റെ കൂടെ ഒരു മിസ് മാച്ചാണ്. നൈസ്. എൻ്റെ ലുക്ക് നിങ്ങളിന്ന് നോക്കല്ലേ, കരിയൊക്കെ ഈശ്വര, കരിയെല്ലാം പടർന്നിരിക്കുക. നൈസ്. അത്യാവശ്യം നല്ല ഹെവി വർക്ക് ഉണ്ട്, അത് മാത്രമല്ല നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു ഓക്സിഡൈസ്ഡും ഗോൾഡും കൂടെ മിക്സ് വന്നിട്ടുള്ളൊരു ഗുഡ്. അപ്പോൾ ഒരെണ്ണം ഇതാണ്. എന്നൊന്ന് തിരിച്ചു വെച്ചോട്ടെ. ഇത് ഇതായിരുന്നു. ചിക് മോംസിൻ്റെ തന്നെ വേറെയും കൂടെ ഉണ്ട്. എഗെയിൻ എ സ്ക്രഞ്ചി. നല്ല ഈ സ്ക്രഞ്ചീസ് ഒക്കെ കണ്ടോ, നല്ല ഹെയർ ബാൻഡ് കൊണ്ട് അതിൻ്റെ കൂടെ ഒരു മുത്തുണ്ട്. അത് ഭയങ്കര ഒരു ലക്ഷറി ലുക്ക് തരുന്നുണ്ട്. സി ഗുഡ്. ഇതൊരു ഇതിനകത്ത് എന്താ നോക്കട്ടെ. Wow, it's a very beautiful chain. നെക്ക് ചെയിൻ ആണ്, പക്ഷെ ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു സ്മോൾ പെൻഡൻറ്റ്. ഇത് കണ്ടോ, ഈ കല്ലിൻ്റെയൊക്കെ ക്വാളിറ്റി ഉണ്ടോ ഇടുമ്പോൾ. ഇതിലിട്ടാൽ അറിയില്ല, പക്ഷെ നമ്മളിപ്പോൾ നല്ല വൈഡായിട്ടുള്ള ഏതെങ്കിലും ഡ്രസ്സിൻ്റെ കൂടെ ഇറ്റ് ലുക്സ് കൂൾ. ഇതിൻ്റെ പ്രൈസ് ജസ്റ്റ് 210. ഇതിൻ്റെ ക്വാളിറ്റി നോക്കൂ. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്താൽ മതിയേ. ഇതെല്ലാം അവരെനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഞാൻ ഇപ്പോഴാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോഴാണ് എനിക്കൊന്ന് ഓപ്പൺ ചെയ്യാൻ സമയം കിട്ടിയത്. അപ്പോൾ ഇത് ഇത്രയുമാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഒരു ആയുർവേദ നടോര ആയുർവേദ എന്ന് പറയുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പറും കൂടെ ഉണ്ട്. നമുക്കിത് എന്താണെന്ന് നോക്കാം. ഫോർ നടോരാസ് Ayurveda skincare, pure natural effective skincare, hair care, bath essentials, aromatherapy. This book free online consultation with Dr. Kripa Krishnan, Ayurveda consultant. The number ഒക്കെ തരാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ you can screenshot. ഇതിനകത്ത് എന്താ ഉള്ളത് നോക്കാം. What is this? ഭയങ്കര സ്മെല്ല്. ഇറ്റ്സ് എ വാർഡ്രോബ് ഫ്രഷ്നർ. അടിപൊളി. വാർഡ്രോബ്സ് ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യില്ലേ നമ്മുടെ ഡ്രസ്സിനൊക്കെ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട്. വാവ്, സോ ഭയങ്കര ഒരു കാം സ്വീറ്റ്. എന്താ പറയുക, ഒരു വലിയ എൻ്റെ ഈ കണ്ണാടീൻ്റെ റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ട് അല്ലേ. ഭയങ്കര കാമായിട്ട് സ്വീറ്റായിട്ടുള്ള ഒരു സ്മെല്ല്. ഇതിലിങ്ങനെ കോഫി ബീനൊക്കെ ഉണ്ട്. ഇറ്റ്സ് റിയലി ഗുഡ്. എനിക്കിത് തൂക്കിയിടാം. അടിപൊളി. തളഞ്ഞു കയറുന്നൊരു മണമല്ല, ഭയങ്കര ഒരു നമ്മളൊരു സ്വീറ്റ് സ്മെൽ. പിന്നെ ഇതിനകത്ത് മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇറ്റ്സ് എ ബാത്തിങ് സോപ്പ്. അവരുടെ ആയുർവേദ ബാത്തിങ് സോപ്പാണ് കേട്ടോ. ഇറ്റ്സ് ഗുഡ്. ഇതിനകത്ത് തീർന്നു. ഇനി നമുക്ക് ഹാമ്പറിലേക്ക് പോകാം. ഓ, ഇപ്പം തന്നെ 14 minutes ആയോ? ഞാൻ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഒന്നും ഓപ്പൺ ചെയ്തില്ല അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിക് ന്യൂടെക്സിൻ്റെ കാര്യം പറയാൻ പോകും. ഇതിനകത്തും ചിക് മോംസ് ഉണ്ട്. ലെറ്റ് മീ സീ. ഓ മൈ, കുറച്ച് ഹെവിയാണ്. ചിക് മോംസ്. ഇത് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് അവരുടെ ഇത് കിട്ടുമായിരിക്കും കേട്ടോ. ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ്. എനിക്ക് അവരുടെ ആ ലൈറ്റ് വെയ്റ്റ് മറ്റേ
കുറച്ച് ഇത്രയും ആഡംബരമല്ലാത്ത ടൈപ്പ് സാധനങ്ങളില്ലേ, അതിൻ്റെയൊക്കെ ഒരു രക്ഷയില്ല. അത് 200 റുപ്പീസൊക്കെ ഉള്ളൂ. ഇതിൻ്റെ പ്രൈസ് എനിക്കറിയില്ല, എഴുതിയിട്ടില്ല. ഇറ്റ്സ് സംതിങ് കുറച്ച് ഹെവിയർ ആണ്. ഐ തിങ്ക് ഐ ക്യാൻ വെയർ ഇറ്റ് വിത്ത്. വാവ്, എനിക്കിത് സാരിയുടെ കൂടെ വെയർ ചെയ്യാം. ഞാൻ ഏതെങ്കിലും സാരി ഇട്ട ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ ഇതും കൂടെ ഇടാം. ബിക്കോസ് ഇത് സാരിയുടെ കൂടെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ്സ് ലുക്സ് ഭയങ്കര പെർഫെക്ഷൻ. വാവ്, ആ ഒരു പച്ചക്കല്ലും ഇറ്റ്സ് റിയലി ഗുഡ്. എനിക്ക് ഈയിടെയായിട്ട് ഒത്തിരി ഓർണമെൻറ്റ്സ് കിട്ടുന്നുണ്ട് കേട്ടോ. എന്നാൽ ഞാൻ അങ്ങനെ ഒരു ഓർണമെൻറ്റ്സ് ഇടുന്ന ഒരാളുമല്ല, പക്ഷെ ഇപ്പോൾ ഒത്തിരി ഈയിടെയായിട്ട് എനിക്ക് ഓരോരുത്തർ വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു കമ്മലും കൂടെ ഉണ്ട്. ജുംക്ക ഇസ് ഓൾവേസ് മൈ ഫേവറേറ്റ്. എനിക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇയറിങ്സിനെക്കാട്ടി കുറച്ചും കൂടെ ജുംക്കാസ് ചേർന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഷിറ്റ് മോംസിൻ്റെ ആണ്. ഇതിനകത്ത് കേക്കായിരുന്നു കേട്ടോ, നല്ല, അത് ഞാൻ കഴിച്ചു, അന്ന് തന്നെ കഴിച്ചു. നല്ല കേക്കായിരുന്നു, ഒരു ചോക്ലേറ്റ്, ഹോം മെയ്ഡ് ചോക്ലേറ്റ്. ഇത് അതിനകത്തുണ്ട് കുക്കി ബോഞ്ച്. നമുക്ക് ക്രിസ്മസിനൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിൽ സെയിൽ പ്രൈസ് ₹950. ഇതാ ഇത്രയും സാധനങ്ങളുണ്ട്. ഇതും വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ കൊടുക്കാം. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ ഉള്ളു, ബാക്കിയെല്ലാം ഓപ്പൺ ചെയ്യണം. അപ്പം നമുക്ക് ഇത് രണ്ടും ഓപ്പൺ ചെയ്യാം. ദിസ് ഇസ് ഫ്രം ഇഷാനി ബൈ സിന്ധു. ഈ സിന്ധു ചേച്ചി ഇഷാനി എനിക്ക് തോന്നുന്നു തിരുമലയിലുള്ളൊരു ഷോപ്പാണെന്ന് തോന്നുന്നു. ഞാനവിടെ വിസിറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട്. നല്ല ഒരു കവർ, ഒരു ക്ലോത്തിൻ്റെ കവറാണ്. ബട്ട് ഇറ്റ്സ് റിയലി, അവരുടെ നമ്പർ ഇതിനകത്തുണ്ട്. ഇവർക്ക് ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട്. നല്ല ഒരു ചേച്ചിയായിരുന്നു ആ ചേച്ചി. അതെന്താണിത്? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കഫ്താൻ. ഞാൻ ഇട്ടിട്ട് പിന്നെ കാണിക്കാം കേട്ടോ, ഞാൻ ഏതെങ്കിലും ഒരു വ്ളോഗിലിടാം. ഇതൊരു കഫ്താനാണ്. നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ ഇതിട്ടിട്ട് വരാം, അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. ദിസ് ഇസ് ബൈ ഇഷാനി ബൈ സിന്ധു. ഇൻസ്റ്റഗ്രാമും ഇഷാനി ബൈ സിന്ധു എന്നാണ്, നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്തോ. ഓക്കെ, ആൻഡ് ഫൈനലി ദ ലാസ്റ്റ് വൺ. എന്താണെന്ന് നോക്കാം. കഴിക്കാനുള്ള എന്തെങ്കിലുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടുന്നതും. അത് എല്ലാവർക്കും ഉള്ളിലുള്ള ആഗ്രഹമാണ്. നമ്മൾ സ്നേഹിക്കുന്നവർ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റൊക്കെ വാങ്ങി തരുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമല്ലേ. എനിക്കത് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അതൊക്കെ ഒരു ബേസിക് എക്സ്പ്രഷൻ ഓഫ് ലവ് ആണ്. ഞാൻ അങ്ങനെയാണ്. ഞാൻ സ്നേഹിക്കുന്നവർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കും. ഐ ഡോണ്ട് ഫീൽ ഇറ്റ് ആസ് എ ബേർഡൻ. നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ അത് ഭയങ്കര സന്തോഷം നമ്മൾ മറ്റൊരാളിൽ ഉണ്ടാക്കുന്ന എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് സന്തോഷം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഗിഫ്റ്റ് തരുന്നത്. ആക്ച്വലി ദിസ് വാസ് എ പ്ലം കേക്ക്. ഒരാഴ്ചയായി ചീത്തയായി കാണില്ല എന്ന് വിശ്വസിക്കാം. ഞാൻ ഓർത്തു എന്തോ. ദിസ് ഈസ് ഫ്രം സെൻറ്റ് മൈക്കിൾസ്, ട്രിവാൻഡ്രം, കവടിയാർ. ഓക്കെ, ഇറ്റ്സ് നല്ല മണമുണ്ട്. ക്ലാസിക് പ്ലം കേക്ക്. താങ്ക് യു, ക്രിസ്മസ് അല്ലേ. അപ്പം ഫൈനൽ നമ്മൾ കേക്കിൽ തീർന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയായിരുന്നു എൻ്റെ ഹാമ്പർ. പിന്നെ ഒരു സാധനം, സോറി, ബ്യൂട്ടിഫുൾ ഈ നിറ്റിങ് ഇല്ലേ, നിറ്റ് ചെയ്തിട്ട് ഇത് ഇവരുടെ പേര് ക്രോഷറ്റ് സ്റ്റുഡിയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. കറക്റ്റായിട്ട് എനിക്ക് കിട്ടുന്നില്ല. നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ വായിച്ചെടുത്തു. ഇതവർ കൈകൊണ്ട് നിറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സാണ്. അവർ കൈകൊണ്ട് നിറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സ്, പിന്നെ കുട്ടി പിള്ളേരുടെ ഉടുപ്പുകൾ, നമുക്കുള്ള ടോപ്സ്. എനിക്ക് നിറ്റിങ് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ക്രേസ് കയറി ഞാൻ നോക്കിയായിരുന്നു പഠിക്കാനൊക്കെ, പക്ഷെ ഭയങ്കര പാടാണ്. ഇതവർ കൈകൊണ്ട് നിറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഫ്ലവേഴ്സാണ്. അതും ഉണ്ടായിരുന്നു ഹാമ്പറിൽ. എനിവേ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ഇത് പല പല ചേച്ചിമാരുടെ സംരംഭങ്ങളിൽ നിന്നുള്ള അവരെല്ലാവരും കൂടെ ഒന്നിച്ച് തന്ന ഗിഫ്റ്റാണ്. സോ എനിക്ക് ഈ ഗിഫ്റ്റ് തന്ന എല്ലാവരോടും താങ്ക് യു. പിന്നെ ഈ ചുരിദാറിൻ്റെയൊക്കെ ഞാൻ തയ്ച്ചിട്ട് ഇട്ട് കാണിക്കാം. പിന്നെ എന്തായിരുന്നു, അപ്പോൾ അത്രേ ഉള്ളൂ.
അപ്പം ഞാനിതൊന്ന് വന്നത് 20 minutes ആയി ഇതെല്ലാം കൂടെ പൊട്ടിച്ച് വന്നപ്പോഴത്തേക്കും അടിപൊളി. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്തപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വ്ളോഗാണ് കേട്ടോ. പിന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ കുറേ കമൻസിലൊക്കെ കുറേ പേരൊക്കെ എന്നോട് ചോദിച്ചു പഴയ പോലത്തെ ചിരിയൊന്നും ഇല്ലല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ. ആ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി കേട്ടോ. ആ കുട്ടിയുടെ പേരെനിക്ക് ഓർമ്മയില്ല. എനിവേ അത് നോട്ടീസ് ചെയ്തല്ലോ, താങ്ക് യു. അത്രയും നമ്മളെ ശ്രദ്ധിക്കുന്നത് കൊണ്ടല്ലേ എൻ്റെ പഴയ പൊട്ടിച്ചിരി ഇപ്പോൾ ചേച്ചിക്കില്ലല്ലോ എന്ന് ചോദിച്ചു. യെസ്, അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ എൻ്റെ ഏറ്റവും മോശപ്പെട്ട സമയത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഡിപ്രഷൻ ഉണ്ടെന്ന് ഞാൻ നേരത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റേതായിട്ടൊരു വ്ളോഗ് ഇടാമെന്ന് ഇങ്ങനെ വിചാരിക്കുവാണ്. സൂൺ ഐ വിൽ പോസ്റ്റ്. എന്നെപ്പോലെ തന്നെ ഡിപ്രഷനുള്ള ഒരുപാട് പേരുണ്ടായിരിക്കുമല്ലോ. സോ അതൊരു എന്താ പറയുക, ആർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുന്നെങ്കിൽ സന്തോഷം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വ്ളോഗ് അതിനെപ്പറ്റി ഇടും. അപ്പോൾ ആ കുട്ടിക്ക് പ്രത്യേകം നന്ദി. അറ്റ്ലീസ്റ്റ് അങ്ങനെ ചോദിക്കുമ്പോൾ സന്തോഷമാണ്. എന്താ ഇപ്പം ചിരിക്കാത്തെന്ന് ചോദിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരത് ശ്രദ്ധിച്ചല്ലോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ വീണ്ടും ഒരു വ്ളോഗിൽ കാണാം. അതുവരെ ഗുഡ് നൈറ്റ്.